മോശം സേവനമെന്ന് വ്യാപക പരാതി. BSNLന് 9 ലക്ഷത്തോളം ഉപഭോക്താക്കളെ നഷ്ടമായി. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് നാളുകളായി BSNL തങ്ങളുടെ സേവനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തിയതും അതുമൂലമുണ്ടായ ഗുണങ്ങളും ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഉടമസ്ഥതയിലുള്ള ടെലികോം സേവനദാതാക്കളായ BSNLന് 2024 നവംബറിൽ ഉപഭോക്താക്കളിൽ ഗണ്യമായ കുറവുണ്ടായതായ വാർത്തകളാണ് പുറത്തുവരുന്നത്. ഏകദേശം 0.87 ദശലക്ഷം ഉപഭോക്താക്കളെ നഷ്ടപ്പെട്ടപ്പോൾ 0.46 ദശലക്ഷം പുതിയ ഉപഭോക്താക്കളെ മാത്രമാണ് ഈ കാലയളവിൽ BSNLന് നേടാനായത്. ദേശീയ മാധ്യമങ്ങളാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. BSNLന്റെ 4G വിന്യാസം പുരോഗമിക്കുകയാണെങ്കിലും BSNL നെറ്റ്വർക്കിനെ കുറിച്ച് പരാതികൾ ദേശീയ വ്യാപകമായി ഉപഭോക്താക്കൾക്കുണ്ട്. ഡേറ്റ ലഭിക്കുന്നില്ല, കോൾ വിളിക്കാനാകുന്നില്ല എന്നിവയാണ് പ്രധാന പരാതികൾ. ദശലക്ഷക്കണക്കിന് പുതിയ ഉപഭോക്താക്കളെയാണ് റിലയൻസ് ജിയോ, എയർടെൽ, വോഡഫോൺ ഐഡിയ എന്നീ കമ്പനികളിൽ നിന്ന് BSNLന് പുതുതായി ലഭിച്ചത്. എന്നാൽ BSNLന്റെ ഈ കുതിപ്പിന് കോട്ടം തട്ടുന്നതായാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 2024 ജൂലൈയിലെ സ്വകാര്യ ടെലികോം കമ്പനികളുടെ നിരക്ക് വർധനവിന് പിന്നാലെ ഉപഭോക്താക്കൾ പോർട്ട് ചെയ്തും പുതിയ സിം കാർഡ് എടുത്തും BSNLലേക്ക് ഒഴുകിയെങ്കിലും അവർ പ്രതീക്ഷിച്ച സേവനം BSNLന് നൽകാൻ കഴിയാതെ പോയതാണ് ഉപഭോക്താക്കളെ ചൊടിപ്പിക്കുന്നത്. പൊതുമേഖലാ ടെലികോം ഓപ്പറേറ്റർമാരായ BSNLന് ഉപഭോക്താക്കളുടെ എണ്ണത്തിൽ 2024 നവംബർ മാസം ഗണ്യമായ കുറവുണ്ടായതായി ട്രായുടെ കണക്കുകളിൽ പറയുന്നുണ്ട്. 4,60,000 മാത്രം പുതിയ ഉപഭോക്താക്കളെ കഴിഞ്ഞ നവംബറിൽ BSNLന് ലഭിച്ചപ്പോൾ 8,70,000 ഉപഭോക്താക്കളെ നഷ്ടമായെന്നാണ് കണക്ക്.